ഹലോ ഫ്രണ്ട്സ്, ആദ്യത്തെ പാഠം ദ ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് രണ്ട് പണ്ഡിതന്മാരുടെ പേരുകളാണ്, ബുച്ചാനൻ ആൻഡ് ഹുക്ചിൻസ്കി. വായിക്കാൻ എത്ര പാടാ അല്ലേ? സാരമില്ല, നമുക്ക് അവരെ B&H ചേട്ടന്മാർ എന്ന് വിളിക്കാം. ഇവർ ഓർഗനൈസേഷൻ എന്ന വാക്കിന് ഒരു ഡെഫിനിഷൻ കൊടുത്തു. ഇത് കാണാപ്പാഠം പഠിക്കാൻ നിൽക്കണ്ട, നമുക്കിതിനെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു നോക്കാം. അവർ പറയുന്നത് Organizations are social arrangements for the controlled performance of collective goals. ഇതൊരു കഥയിലൂടെ മനസ്സിലാക്കാം. സ്റ്റോറി ടൈം. അപ്പുവിൻ്റെ ഫുട്ബോൾ ടീം. നമ്മുടെ സുഹൃത്ത് അപ്പു നാട്ടിൽ ഒരു ഫുട്ബോൾ ടീം ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. ടസ്കേഴ്സ് കേരള എന്നോ മറ്റോ പേര് വിട്ടു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് രണ്ട് പണ്ഡിതന്മാരുടെ പേരുകളാണ്, ബുച്ചാനൻ ആൻഡ് ഹുക്ചിൻസ്കി. വായിക്കാനെതിരെ പാടാ അല്ലേ? സാരമില്ല, നമുക്ക് അവരെ B&H ചേട്ടന്മാർ എന്ന് വിളിക്കാം. ഇവർ ഓർഗനൈസേഷൻ എന്ന വാക്കിന് ഒരു ഡെഫിനിഷൻ കൊടുത്തു. ഇത് കാണാപ്പടം പഠിക്കാൻ നിൽക്കണ്ട, നമുക്കിതിനെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു നോക്കാം. അവർ പറയുന്നത് ഓർഗനൈസേഷൻസ് ആർ സോഷ്യൽ അറേഞ്ച്മെന്റ്സ് ഫോർ ദ കൺട്രോൾഡ് പെർഫോമൻസ് ഓഫ് കളക്റ്റീവ് ഗോൾസ്. ഇതൊരു കഥയിലൂടെ മനസ്സിലാക്കാം. സ്റ്റോറി ടൈം. അപ്പുവിൻ്റെ ഫുട്ബോൾ ടീം. നമ്മുടെ സുഹൃത്ത് അപ്പു നാട്ടിൽ ഒരു ഫുട്ബോൾ ടീം ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ടസ്കേഴ്സ് കേരള എന്നോ മറ്റോ പേരുമിട്ടു. ഫസ്റ്റ്, സോഷ്യൽ അറേഞ്ച്മെന്റ്സ്, സാമൂഹിക ക്രമീകരണം. അപ്പുവിന് ഒറ്റയ്ക്ക് നിന്ന് ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പു നിന്നെ വിളിച്ചു, എന്നെ വിളിച്ചു, നാട്ടിലെ പിള്ളാരെ വിളിച്ചു. അങ്ങനെ നമ്മൾ കുറേ മനുഷ്യർ ഒരുമിച്ചുകൂടി. മനുഷ്യർ പരസ്പരം മിണ്ടിയും പറഞ്ഞും കൂടുന്നെടുത്തെയാണ് സോഷ്യൽ എന്ന് പറയുന്നത്. ബിസിനസ് ആയാലും ഫുട്ബോൾ ആയാലും കല്യാണമായാലും ആൾക്കൂട്ടമില്ലാതെ എന്ത് പരിപാടി അല്ലേ? സെക്കൻഡ്, കളക്റ്റീവ് ഗോൾസ്, കൂട്ടായ ലക്ഷ്യങ്ങൾ. ഇനി നമ്മൾ ഗ്രൗണ്ടിലിറങ്ങി. ഞാൻ വിചാരിക്കുവാണ് എനിക്ക് കുറേ ഓടണം. നീ വിചാരിക്കുന്നു എനിക്ക് വെറുതെ കിടക്കണം. അപ്പു വിചാരിക്കുന്നു എനിക്ക് ഗോൾ അടിക്കണം. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ കാര്യം മാത്രം നോക്കിയാൽ കളി ജയിക്കുവോ? ഇല്ല. എല്ലാവരുടെ മനസ്സിൽ ഒറ്റ ലക്ഷ്യമേ ഉണ്ടാകാവൂ. എതിരാളിയുടെ വലയിൽ ഗോൾ അടിക്കണം, കപ്പടിക്കണം. ഇതാണ് കളക്റ്റീവ് ഗോൾ. ഒറ്റേതാരിത്. തേർഡ്, കൺട്രോൾഡ് പെർഫോമൻസ്, നിയന്ത്രിതമായ പ്രകടനം. കളി തുടങ്ങി. ഗോളി കയറി സ്ട്രൈക്കറിന്റെ സ്ഥലത്ത് പോയി നിന്നു. ഡിഫൻഡർ പോയി ഗാലറിയിലിരുന്നു. നടക്കുവോ? ഇല്ല. ആരെവിടെ നിൽക്കണം, ആർക്ക് പാസ് കൊടുക്കണം എന്നൊരു കൺട്രോൾ വേണം. അവിടെ ഒരു ക്യാപ്റ്റനോ കോച്ചോ കാണും. എടാ കേറി കളിക്ക്, നോക്കി കളിക്ക് എന്ന് പറയാൻ ആരെങ്കിലും വേണം. ഈ നിയന്ത്രണം അഥവാ കൺട്രോൾ ഉണ്ടെങ്കിലേ ടീം ജയിക്കൂ. ഈ മൂന്ന് കാര്യങ്ങൾ ചേർന്നാൽ അതൊരു ഓർഗനൈസേഷനായി. ഇതിപ്പോൾ ഫുട്ബോൾ ടീമിനും ബാധകമാണ്, റിലയൻസ് കമ്പനിക്കും ബാധകമാണ്. ഈ സമയത്ത് ഡൗട്ട്, വൈ ദിസ് ഓർഗനൈസേഷൻ? നമുക്ക് ഒറ്റയ്ക്ക് അങ്ങ് ജീവിച്ചാൽ പോരെ? എന്തിനായി കമ്പനി ഓഫീസൊക്കെ? ഇവിടെയാണ് മൂന്ന് സൂപ്പർ കാരണങ്ങളുള്ളത്. ഒന്ന്, ഷെയർ സ്കിൽസ് ആൻഡ് നോളജ്, അറിവുകൾ പങ്കുവയ്ക്കാൻ. ഇപ്പം നിനക്ക് നന്നായി ചിത്രം വരയ്ക്കാൻ അറിയാം, പക്ഷെ വീട് പണിയാൻ അറിയില്ല. എനിക്ക് വീട് പണിയാൻ അറിയാം, പക്ഷേ ഡിസൈൻ ചെയ്യാൻ അറിയില്ല. നമ്മൾ രണ്ടുപേരും വെവ്വേറെ നിന്നാൽ രണ്ടുപേർക്കും പണി കിട്ടില്ല. എന്നാൽ നമ്മൾ ഒരുമിച്ചൊരു ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിയാലോ? നിന്റെ കഴിവും എൻ്റെ കഴിവും നമ്മൾ ഷെയർ ചെയ്തു. അതാണ് ഓർഗനൈസേഷന്റെ ഗുണം. ആർക്കും എല്ലാം അറിയില്ല, പക്ഷേ എല്ലാവർക്കും കൂടി എല്ലാം അറിയാം. രണ്ട്, സ്പെഷ്യലൈസ്, ഓരോരുത്തരും പുലിയാവുക. നീ ഒരു കാർ ഫാക്ടറി ആലോചിച്ച് നോക്കൂ. ഒരാൾ തന്നെ ടയർ ഇടുന്നു, പെയിന്റ് അടിക്കുന്നു, എൻജിൻ വയ്ക്കുന്നു, ഗ്ലാസ് തുടയ്ക്കുന്നു. അയാൾക്ക് ഭ്രാന്ത് പിടിക്കില്ലേ? മാത്രമല്ല ഒരു പണിയും അയാൾ വൃത്തിക്ക് ചെയ്യുകയില്ല. പകരം നമ്മൾ പണി വിഭജിക്കുന്നു. രാമു ടയർ മാത്രം ഇടുന്നു, രാമു ടയർ ഇടുന്നതിൽ എക്സ്പെർട്ടാവും. സോമൻ പെയിന്റ് രൗത്രം അഴിക്കുന്നു, സോമൻ പെയിന്റിങ്ങിൽ പുരിയാവും. ഇതിനെയാണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓരോരുത്തരും അവരുടെ പണിയിൽ മിടുക്കന്മാരാകും. മൂന്ന്, പൂൾ റിസോഴ്സസ് ആൻഡ് ദ മാജിക് ഓഫ് സിനർജി, സമ്മേളനം ആൻഡ് സിനർജി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ശ്രദ്ധിച്ചു കേട്ടോ. സിനർജി എന്നാൽ 1+1=3 എന്ന മാജിക്കാണ്. ഒരു ഉദാഹരണം, നമ്മുടെ പഴയ മാരുതി കാർ വഴിയിൽ കേടായി കിടക്കുന്നു എന്ന് വിചാരിക്കുക. ഞാൻ ഒറ്റയ്ക്ക് പോയി തള്ളി, കാർ അനങ്ങിയില്ല. എൻ്റെ എഫേർട്ട് =1. നീ വന്ന് ഒറ്റയ്ക്ക് തള്ളി, കാർ അനങ്ങിയില്ല. നിന്റെ എഫേർട്ട് =1. നമ്മൾ രണ്ടുപേരും കൂടി ഹൈലാസാ വിളിച്ച് തള്ളിയപ്പോ കാർ ഉരുണ്ടു നീങ്ങി. ഞങ്ങൾ വെവ്വേറെ തള്ളിയപ്പോൾ റിസൾട്ട് 0 ആയിരുന്നു. പക്ഷേ ഒരുമിച്ച് തള്ളിയപ്പോ കിട്ടിയ റിസൾട്ട് ഇരട്ടിയിലധികമാണ്. ഇതാണ് സിനർജി. ഓർഗനൈസേഷനുകളിൽ
ആളുകളും പണവും മെഷീനും ഒരുമിക്കുമ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ നടക്കും. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു അക്കൗണ്ടൻസി ക്ലാസ് ആണ് നമ്മുടെ ക്ലാസ് പോലെ. അതിലെ ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികൾ, പുസ്തകങ്ങൾ, ടീച്ചർമാർ, വൈദ്യുതി, ക്ലാസ് റൂം. ഇനി ഇവിടെ നിന്നുള്ള പ്രോസസ്സിംഗ്, ട്രാൻസ്ഫോർമേഷൻ. ക്ലാസ് എടുക്കുന്നു, എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, എക്സാം എഴുതിക്കുന്നു. ഔട്ട്പുട്ട് എന്താണ്? വെറും വിദ്യാർത്ഥിയാണോ? അല്ല, ക്വാളിഫൈഡ് അക്കൗണ്ടൻസ്, പഠിച്ച മിടുക്കന്മാർ. ഇതിപ്പോൾ ചായക്കടയിലാണെങ്കിൽ ഇൻപുട്സ് പറഞ്ഞാൽ വെള്ളം, പാല്, ടീപ്പൊടി. ട്രാൻസ്ഫോർമേഷൻ തിളപ്പിക്കുന്നു, ഔട്ട്പുട്ട് ചൂട് ചായ. ഇനി ചാപ്റ്ററിന്റെ അടുത്ത സെക്ഷൻ നോക്കാം. ഇവിടെയാണ് കഥയ്ക്ക് കുറച്ചുകൂടെ ത്രില്ല് വരുന്നത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാശുണ്ടാക്കാൻ ഇറങ്ങിയവർ എങ്ങനെയൊക്കെയാണ് അവരുടെ ടീം സെറ്റ് ചെയ്യുന്നതെന്നാണ്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു പ്രധാന പേടിയുണ്ട്. എന്റെ ബിസിനസ് പൊഴിയുമോ? പൊളിഞ്ഞാൽ എന്റെ വീടും പറമ്പും പോകുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് സ്വകാര്യ ബിസിനസ്സുകളുടെ അഥവാ പ്രൈവറ്റ് സെക്ടറിന്റെ 3 പ്രധാന രൂപങ്ങൾ പരിചയപ്പെടാം. ദ പ്രൈവറ്റ് ജംഗിൾ, സ്വകാര്യ ബിസിനസ് ലോകം. നാട്ടിലെ ഒരു സാധാരണക്കാരൻ, നമ്മളെ പോലെയുള്ള ഒരാൾ, ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നു. അയാൾക്ക് മുന്നിൽ പ്രധാനമായും 3 വഴികളാണുള്ളത്. ഫസ്റ്റ്, ദ സോൾ ട്രേഡർ, ഏകാംഗ സൈന്യം. ഇതാണ് ലോകത്തിലെ ഏറ്റവും പഴയതും ലളിതവുമായ ബിസിനസ് രീതി. ആരാണിവർ? നമ്മുടെ അപ്പു, പാർട്ട് 1ലെ അതേ കക്ഷി. ഒരു തട്ടുകട തുടങ്ങാൻ തീരുമാനിച്ചു. മുതലാളി അപ്പു മാത്രം. ലാഭം മുഴുവൻ അപ്പുവിന്. തീരുമാനം അപ്പു എടുക്കും. ഇന്ന് കട അവധിയെന്ന് അപ്പു വിചാരിച്ചാൽ അവധി. വേറെ ആരോടും ചോദിക്കണ്ട. ദ ഡേഞ്ചറസ് പാർട്ട്, സീൻ കോൺട്രിയാണ്. ഇതിനെ വനഹഞ്ചതി കുഴിയെന്ന് വിളിക്കും. അൺലിമിറ്റഡ് ലയബിലിറ്റി. ഒരു കഥയിലൂടെ പറയാം. അപ്പു ബിസിനസ് വലുതാക്കാൻ ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ ലോൺ എടുത്തു. നിർഭാഗ്യവശാൽ കടയ്ക്ക് തീ പിടിച്ച് ബിസിനസ് മൊത്തം പൊളിഞ്ഞു. കയ്യിലാണെങ്കിൽ പണവുമില്ല. ബാങ്കുകാർ വരുന്നു. അപ്പു, നമ്മുടെ കാശ് തിരിച്ചാ. അപ്പു പറഞ്ഞു, കട കത്തിപ്പോയി സാറേ. ബാങ്കുകാർ പറഞ്ഞു, കട കത്തിയാലും ഞങ്ങൾ കുഴപ്പമില്ല. അപ്പുവിന്റെ വീടും പുരയിടവും വിറ്റാലും ഞങ്ങൾക്ക് കാശ് തരണം. അതായത് നിയമപരമായി അപ്പുവും ബിസിനസ്സും ഒരാൾ തന്നെയാണ്. ബിസിനസ്സിനുണ്ടാകുന്ന കടത്തിന് അപ്പുവിന്റെ സ്വന്തം സ്വത്തുക്കൾ, വീട്, കാറ്, സ്വർണം വിൽക്കേണ്ടി വരും. ഇത് ഭയങ്കര റിസ്ക്കാണ്. രണ്ടാമത്തേത് പാർട്ട്ണർഷിപ്പ്, അല്ലാതെ കൂട്ടുകച്ചവടം. അപ്പുവിന് ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യാൻ പേടി, പൈസയും തികയുന്നില്ല. അപ്പു അവന്റെ കൂട്ടുകാരൻ രാമുവിനെ വിളിച്ചു. എടാ രാമു, നമുക്കൊരുമിച്ച് ബിസിനസ് ചെയ്താലോ? അങ്ങനെ അപ്പു ആൻഡ് രാമു കാറ്ററിംഗ് തുടങ്ങി. സാധാരണ 2 അതിലധികമോ ആൾക്കാരാണ് ഉണ്ടാവുക. ഗുണങ്ങൾ: രണ്ടുപേരും കാച്ചിടുന്നു, മോർ ക്യാപിറ്റൽ. അപ്പുവിന് ക്ഷീണിച്ചാൽ രാമു നോക്കിക്കോളും, റിസ്ക് ഷെയറിംഗ്. കൂടുതൽ ഐഡിയകൾ വരുന്നു. ദ ബിഗർ ഡേഞ്ചർ, ഇവിടെ പണി കിട്ടിയാൽ 8ന്റെ പണി കിട്ടും. ഇവിടെയും അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ് വില്ലൻ. പക്ഷേ അത് ഇത്തിരി കൂടെ കടുകട്ടിയാണ്. വിചാരിക്കാം, അപ്പോൾ അറിയാതെ രാമു പോയി മാർക്കറ്റിൽ നിന്ന് 5 ലക്ഷം രൂപ കടം വാങ്ങി. ആ കാശുമായി മുങ്ങി. കടക്കര ആരുടെ ആയിട്ട് വരും? രാമു മുങ്ങിയതുകൊണ്ട് അവർ അപ്പുവിന്റെ കഴുത്തിന് പിടിക്കും. അപ്പു പറയും, അയ്യോ ഞാൻ അറിഞ്ഞില്ലേ. നിയമം പറയും, അത് ഞാൻ കറണ്ട, നിങ്ങൾ പാർട്ട്ണർമാരല്ലേ, രാമു വാങ്ങിയ കടത്തിന് അപ്പവും ഉത്തരവാദിയാണ്. ഇതാണ് കൂട്ടുകച്ചവടത്തിലെ റിസ്ക്. നമ്മുടെ പാർട്ട്ണർ കാണിക്കുന്ന മണ്ടത്തരത്തിന് വരെ ചിലപ്പം നമ്മൾ വീട് വിൽക്കേണ്ടി വരും. ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യൽ മെൻഷൻ: ഈ പ്രശ്നം പരിഹരിക്കാൻ LLP എന്നൊരു സാധനം വന്നിട്ടുണ്ട്. അവിടെ വീട് വിൽക്കേണ്ടി വരില്ല, മുടക്കിയ കാശ് മാത്രമേ പോകൂ. അത് കുറച്ചുകൂടെ സേഫാണ്. മൂന്നാമത്തത് ലിമിറ്റഡ് കമ്പനികൾ. ദ സൂപ്പർമാൻ സ്യൂട്ട്. ഇതാണ് ഇന്നത്തെ കാലത്തിന്റെ സൂപ്പർ സ്റ്റാർ. ഇതാണ് യഥാർത്ഥ കമ്പനി. ഇവിടെ ഒരു മാജിക് ഉണ്ട്. അതിന് സെപ്പറേറ്റ് ലീഗൽ പേഴ്സണാലിറ്റി എന്ന് പറയും. ഇത് ഒരു അയൺമാൻ സ്യൂട്ട് പോലെയാണെന്ന് കരുതുക. കമ്പനി അയൺമാൻ സ്യൂട്ട്. ഓണർ അതിനകത്തിരിക്കുന്ന ടോണി സ്റ്റാർക്ക്, നമ്മൾ. ടോണി സ്റ്റാർക്ക് അയൺമാൻ സ്യൂട്ടിട്ട് പറക്കുമ്പോൾ ആ സ്യൂട്ടിന് എന്തെങ്കിലും കേടുപാട് പറ്റിയാൽ, കൈയൊടിഞ്ഞാൽ, അകത്തിരിക്കുന്ന ടോണി സ്റ്റാർക്കിന് കൈയൊടിയില്ലല്ലോ. ഇത് തന്നെയാണ് കമ്പനിയുടെ കാര്യത്തിലും. ബിസിനസ് വേറെ, മുതലാളി വേറെ. ഇതിലെ ആളുകൾ ഷെയർ ഹോൾഡേഴ്സ്, ഓണേഴ്സ്. ഡയറക്ടേഴ്സ് കമ്പനിയെ ഭരിക്കുന്ന മാനേജർമാർ. ദ ഗോൾഡൻ ഫീച്ചർ, ലിമിറ്റഡ് ലയബിലിറ്റി, പരിമിതമായ ബാധ്യത. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. അപ്പുവും രാമുവും ചേർന്ന് ഹാപ്പി ഫുഡ്സ് ലിമിറ്റഡ് എന്ന കമ്പനി തുടങ്ങി. അപ്പു 10,000 രൂപയ്ക്ക് ഷെയർ എടുത്തു. കമ്പനി വലിയ നഷ്ടത്തിലായി. 100 കോടിയുടെ കടം വന്നു. ബാങ്കുകാർക്ക് അപ്പുവിൻ്റെ വീട് ജപ്തി ചെയ്യാൻ പറ്റുമോ? ഇല്ല, നടക്കൂല. അപ്പുവിനോട് അവർക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: നിങ്ങൾ ഷെയർ എടുത്ത 10,000 രൂപ തരാനുണ്ടെങ്കിൽ അത് തരൂ എന്ന് മാത്രമാണ്. ആ 10,000 കൊടുത്തു കഴിഞ്ഞാൽ അപ്പു ഫ്രീയാണ്. കമ്പനിയുടെ കടം വീട്ടാൻ ഉടമസ്ഥന്റെ വീട് വിൽക്കേണ്ട.
മുടക്കിയ കാശ് മാത്രം പോകും. അതായത് പരമാവധി. ആ റിസ്ക് ലിമിറ്റഡാണ്. അതുകൊണ്ടാണ് ഇതിനെ ലിമിറ്റഡ് കമ്പനി എന്ന് വിളിക്കുന്നത്. കമ്പനികൾ തന്നെ 2 തരമുണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡ് അഥവാ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, PVT LTD. ഇത് ഫാമിലിയും ഫ്രണ്ട്സും മാത്രം ചേർന്ന് നടത്തുന്നതാണ്. പേരിൻ്റെ അവസാനം LTD ഉണ്ടാവും. ഇതിൻ്റെ ഷെയർ പൊതുജനങ്ങൾക്ക് വാങ്ങാൻ കിട്ടില്ല. അതാണ് പ്രൈവറ്റ് ലിമിറ്റഡ്, സ്മോൾ ബിസിനസ്സസ് യൂഷ്വലി. പബ്ലിക് LTD, ഇത് വമ്പൻ സ്രാവുകളാണ്. പേരിൻ്റെ അവസാനം PLC എന്നുണ്ടാവും. ടാറ്റ, റിലയൻസ് ഒക്കെ ഇതിൽ വരും. ഇവർക്ക് ഓഹരി വിപണിയിൽ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർ വിൽക്കാം. എനിക്ക് നാളെ വേണമെങ്കിൽ റിലയൻസ് PLCയുടെ ഷെയർ വാങ്ങാം. ഇനി സ്മോൾ ക്യൂസ് ടൈം. മനസ്സിലായെന്ന് നോക്കട്ടെ. നിന്റെ സുഹൃത്ത് ദാസ് നിന്നോട് ചോദിക്കുന്നു, എടാ എനിക്ക് വലിയ റിസ്ക് എടുക്കാൻ വയ്യ, നാളെ ബിസിനസ് പൊളിഞ്ഞാലും എൻ്റെ വീട് വിൽക്കാൻ പാടില്ല, ഞാൻ ഏത് തരം ബിസിനസ് തുടങ്ങണം? നീ എന്തുത്തരം കൊടുക്കും? A. സോൾ ട്രേഡർ, B. പാർട്ട്ണർഷിപ്പ്, C. ലിമിറ്റഡ് കമ്പനി. തീർച്ചയായും ഓപ്ഷൻ C, ലിമിറ്റഡ് കമ്പനിയാണ്. കാരണം അവൻ്റെ വീട് സേഫ് ആകാൻ അതേ ഉള്ളൂ. ഇതോടെ നമ്മുടെ പ്രൈവറ്റ് ജംഗിൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് സാമൂഹിക സേവനമൊക്കെ ചെയ്യാം. ലാഭം മാത്രം നോക്കിയാൽ പോരല്ലോ. സർക്കാർ വക ബിസിനസ്സുകൾ, പിന്നെ ലാഭം നോക്കാത്ത ചാരിറ്റി NGOs, പിന്നെ എല്ലാവരും തുല്യരായ കോപ്പറേറ്റീവിനെ കുറിച്ചാണ് അടുത്തത്. ഇത്രയും കാര്യങ്ങൾ തലയിൽ കയറിയില്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ഭാഗം എടുക്കേ. സേവനം, സഹകരണം, ആ വലിയ താരതമ്യം. ഒന്ന്, ദ പബ്ലിക് സെക്ടർ. നമ്മൾ റോഡിലിറങ്ങുമ്പോൾ കാണുന്ന KSRTC ബസ്, ഗവൺമെന്റ് ഹോസ്പിറ്റൽ, പോലീസ് സ്റ്റേഷൻ, ഇതെല്ലാം ഈ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. ഉടമസ്ഥർ അഥവാ ഓണേഴ്സ്, ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടേതല്ല, ഇത് സർക്കാരിന്റെ വകയാണ്. അതായത് പരോക്ഷമായി പറഞ്ഞാൽ ജനങ്ങളായ നമ്മുടെ വക. ലക്ഷ്യം, അതായത് ഗോൾ, ഇവരുടെ മെയിൻ ലക്ഷ്യം ലാഭമുണ്ടാക്കുക എന്നതല്ല. പിന്നെ എന്താണ്? പൊതുജനങ്ങൾക്ക് സേവനം നൽകുക എന്നതാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, സുരക്ഷ എന്നിവ എല്ലാവർക്കും, അതായത് പണക്കാരനെന്നോ പാവപ്പെട്ടവരെന്നോ വ്യത്യാസമില്ലാതെ കിട്ടണമെന്നതാണ് ലക്ഷ്യം. ഉദാഹരണങ്ങൾ ടിക്ക് ദീസ് ഫോർ എക്സാം. പോലീസ്, അത് നമുക്കറിയാം, നാട് കാക്കാൻ. മിലിറ്ററി, അതായത് പട്ടാളം, രാജ്യം കാക്കാൻ. ഹെൽത്ത് കെയർ, സർക്കാർ ആസ്പത്രികൾ. പ്രൈമറി എഡ്യൂക്കേഷൻ, സർക്കാർ സ്കൂളുകൾ. പബ്ലിക് ട്രാൻസ്പോർട്ട്, അതുമാറ്റില്ല, നമ്മുടെ റെയിൽവേ, KSRTC. ഇവർക്കെവിടെ നിന്നാണ് പണം കിട്ടുന്നത്? ഇതൊരു പ്രധാന പോയിന്റാണ്. ഒരു പ്രൈവറ്റ് കമ്പനി സാധനം വിറ്റ് കാശുണ്ടാക്കുമ്പോൾ പബ്ലിക് സെക്ടർ പ്രവർത്തിക്കുന്നത് ടാക്സ് പേയേഴ്സ് മണി, അതായത് നികുതി പണം ഉപയോഗിച്ചാണ്. പിന്നെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഗ്രാന്റുകളും. ഒരു കഥ, സർക്കാർ സ്കൂളിൽ ഫീസ് വളരെ കുറവായിരിക്കുന്നത് എന്തുകൊണ്ടാ? അവർക്ക് ലാഭം വേണ്ട, നമ്മുടെ പിള്ളേർ പഠിച്ചാൽ മതി. അതാണ് പബ്ലിക് സെക്ടർ. അടുത്തത് NGOs അല്ലെങ്കിൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്. നമ്മളിവരെ നന്മമരങ്ങളെന്ന് വിളിക്കുന്നു. ഇവർ സർക്കാരുമല്ല, എന്നാൽ ലാഭത്തിനു വേണ്ടി നടക്കുന്നവരുമല്ല. ഒരു പ്രത്യേക നന്മ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ഇവർ. നോൺ കൊമേഴ്ഷ്യലാണ്. ഇവർ സാധനം വിറ്റ് കാശുണ്ടാക്കാനല്ല നടക്കുന്നത്. ഇവർക്ക് കൃത്യമായ അജണ്ടകളുണ്ടാകും. ഉദാഹരണത്തിന് പരിസ്ഥിതി സംരക്ഷണം, മനുഷ്യാവകാശം, മൃഗസംരക്ഷണം എന്നിങ്ങനെ. ഉദാഹരണങ്ങൾ റെഡ് ക്രോസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്. യുദ്ധമോ രോഗമോ ഒക്കെ വരുമ്പോൾ ഓടിയെത്തുന്നവർ. ഗ്രീൻ പീസ്, പരിസ്ഥിതിക്ക് വേണ്ടി വാദിക്കുന്നവർ. തിമിംഗിലത്തെ കൊല്ലരുതേ, ഗാർഡ് വെട്ടരുതേ എന്നൊക്കെ പറയുന്നവർ. ഇവർക്ക് കാശ് കിട്ടുന്നത് ഡൊണേഷൻസ് അഥവാ സംഭാവന വഴിയാണ്. പിന്നെയുള്ളത് കോഓപ്പറേറ്റീവ്സ് അല്ലെങ്കിൽ സഹകരണ സംഘങ്ങൾ. എല്ലാവരും ഒന്ന് എല്ലാവർക്കും വേണ്ടി. ഇതാണ് ഇവരുടെ ലൈൻ. ഇവിടെ മുതലാളി വേറെ തൊഴിലാളി വേറെ എന്നൊരു പരിപാടിയില്ല. ഉടമസ്ഥത, ഇതിലെ മെമ്പേഴ്സാണ് ഇതിൻ്റെ ഓണർമാർ. അത് ചിലപ്പോൾ ജോലിക്കാരാവാം, അല്ലെങ്കിൽ സാധനം വാങ്ങുന്നവരാവാം. ജനാധിപത്യം, അതായത് ഡെമോക്രാറ്റിക്, ഇതൊരു വലിയ പോയിന്റാണ്. പ്രൈവറ്റ് കമ്പനിയിൽ 100 ഷെയറുള്ളവന് 100 വോട്ടുണ്ടാകും. എന്നാൽ സഹകരണ സംഘത്തിൽ നീ കോടീശ്വരനായാലും പാവപ്പെട്ടവനായാലും ഒരു തലയ്ക്ക്, അത് ഒരു വോട്ടാണ്. അവിടെ എല്ലാവരും തുല്യരാണ്. പ്രോഫിറ്റ് ഷെയറിംഗ്, കിട്ടുന്ന ലാഭം മെമ്പേഴ്സിന് തന്നെ വീതിച്ചു നൽകും. ഉദാഹരണങ്ങൾ മിൽമ, അതായത് ക്ഷീര കർഷകർ, മാവേലി സ്റ്റോർ, കൺസ്യൂമർ ഫെഡ്, നമ്മുടെ നാട്ടിലെ സഹകരണ ബാങ്കുകൾ എന്നിവ. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കാം. നമ്മൾ പഠിച്ച പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും NGOസും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഒന്നാമത്തെ വ്യത്യാസം ഉടമസ്ഥത അല്ലെങ്കിൽ ഓൺഷിപ്പാണ്. പ്രൈവറ്റ് സെക്ടറിൽ ഉടമസ്ഥർ എന്ന് പറയുന്നത് പണം മുടക്കിയ വ്യക്തികളോ ഷെയർ ഹോൾഡേഴ്സോ ആണ്. എന്നാൽ പബ്ലിക് സെക്ടറിന്റെ ഉടമസ്ഥർ സർക്കാരാണ്. NGOസിനാണെങ്കിൽ അങ്ങനൊരു ഉടമസ്ഥനില്ല, ട്രസ്റ്റികളാണ് അത് നോക്കി നടത്തുന്നത്. രണ്ടാമത്തെ വ്യത്യാസം ലക്ഷ്യം അഥവാ ഒബ്ജക്റ്റീവ്സ് ആണ്. പ്രൈവറ്റ് സെക്ടറിന്റെ ഒരേ ഒരു ലക്ഷ്യം ലാഭം അഥവാ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതാണ്. എന്നാൽ പബ്ലിക് സെക്ടറിന്റെ ലക്ഷ്യം ജനസേവനമാണ്. NGOകളുടെ ലക്ഷ്യം ആരോഗ്യം, വിദ്യാഭ്യാസം, പരിസ്ഥിതി തുടങ്ങിയ പ്രത്യേക നന്മകളാണ്. മൂന്നാമത്തെ വ്യത്യാസം ഫണ്ടിംഗ് അഥവാ പണം എവിടെ നിന്ന് വരുന്നു. പ്രൈവറ്റ് കമ്പനികൾ ഷെയറിൽ വിറ്റും ലോൺ എടുത്തുമാണ് പണം കണ്ടെത്തുന്നത്. പബ്ലിക് സെക്ടർ സർക്കാരിന്റെ നികുതി പണത്തെ ആശ്രയിക്കുന്നു. NGOസിനാകട്ടെ നല്ല മനസ്സുള്ളവരുടെ സംഭാവനകളാണ് ആശ്രയം.
അങ്ങനെ നമ്മൾ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന വലിയ ചാപ്റ്റർ പുഷ്പം പോലെ തീർത്തിരിക്കുകയാണ്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? എക്സാക്ട് എന്താണ് ഓർഗനൈസേഷൻ, അതായത് സോഷ്യൽ കളക്റ്റീവ് ഗോൾ കൺട്രോൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ. എന്താണ് സിനർജി, അതുമല്ല 1+1=3. പിന്നെ എന്താണ് ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്. സ്വകാര്യ ബിസിനസ്സുകൾ, സോൾ ട്രേഡർ, പാർട്ണർഷിപ്പ്, കമ്പനീസ്. വില്ലൻ ആരാണ്? അൺലിമിറ്റഡ് ലയബിലിറ്റി. ഹീറോ ആരാ? ലിമിറ്റഡ് കമ്പനി. സർക്കാർ വക സ്ഥാപനങ്ങൾ, നന്മമരങ്ങൾ, സഹകരണ സംഘങ്ങൾ, ഇവയെല്ലാം മനസ്സിച്ചു. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് ചോദിച്ചാലും ഉത്തരം നിങ്ങളുടെ നാക്കിൻ്റെ തുമ്പത്തുണ്ടാകും. ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ അയ്യോ എന്ന് പറയണ്ട, പകരം ഇതാണോ ഇത്ര വലിയ സംഭവം എന്ന് ചോദിച്ച് കോൺഫിഡൻസോടെ പഠിച്ചോ. ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്ത ചാപ്റ്ററിൽ കാണാം. ബൈ.